കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ നിരന്തരമായ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കയ്യോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല, പക അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അതുമാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബന്ധു നിയമനത്തിൻ്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല. അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല. 2 ലോകായുക്ത, കേരള ഹൈക്കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. ഇപ്പോൾ നോക്കൂ, അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഫിറോസിന് എന്താണ് കൂലി, ഫിറോസിന് എന്താണ് വേല, ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്, ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത്, ഇതായിരുന്നു ചോദ്യം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ്, ഫിറോസിന് ട്രാവൽസ് ഉണ്ട്, ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട്, ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട്. എന്തിനാണ്? പാസ്പോർട്ട് പരിശോധിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസിന് വിദേശത്ത് വിസയുണ്ട്, ദുബായിൽ വിസയുണ്ട്, അവിടെ ജോലിയുണ്ട്, അവിടുന്ന് ശമ്പളമുണ്ട്, TA ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു. പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിന് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട്, എമ്മി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹൈലൈറ്റ് മാളിൽ ഫിറോസിനൊരു കടയുണ്ട്, അതും എമ്മി. ഇതെല്ലാം ഷാഡോ ആണ്, ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. മാത്രമല്ല, എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ്. എനിക്ക് കെ ടി ജലീലിനോടും പറയാനുള്ളതാണ്, തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയിൽ നിന്ന് കടം വാങ്ങുക, എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക? നാണക്കേടല്ലേ? എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ, നിങ്ങളും ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയല്ല, സ്വജനപക്ഷപാതമല്ല, പൊതുമുതൽ അപഹരിക്കലല്ല, സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എമ്മി പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ്.
എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത്? കൊപ്പത്തെ CPM-കാരോട് ചോദിച്ചാൽ മതിയല്ലോ. കൊപ്പത്തെ CPM-കാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ബിൽഡിംഗ് ഓണർ എടുത്ത് പോയത് ഞാനാണ്, അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ്. അതുമാത്രമല്ല, അവിടുത്തെ CPM-കാരെ, അവിടുത്തെ കോൺഗ്രസ്സുകാരെ, അവിടുത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. നമ്മളൊരു സ്ഥാപനം, ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറുക? അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. നമ്മളൊരു സാധനം വാങ്ങുന്നത്, ഞാനൊരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മളെല്ലാ കടയിലും കയറും. രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ ME-യുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് CPM നേതാക്കന്മാരെ വിളിച്ചത്. ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത്. എന്തിനേറെ പറയുന്നു, ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി MLA, അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചത് ഞാനാണ്. ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ, എൻ്റെ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ? പിന്നെ അദ്ദേഹം പറയാണ്, തിരുനാവായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ്. എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ്. കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും. അദ്ദേഹത്തെ എൻ്റെ പാർട്ട്ണർമാരെ അപമാനിക്കുക, നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പാർട്ട്ണർമാർ സൂക്ഷിച്ചോ, അവിടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു. കാരണം വെപ്രാളം വന്നിട്ട് ആള് അങ്ങ് ഒരു ബോറനാവുക എന്ന് പറയില്ലേ. എൻ്റെ ഒരു പാർട്ട്ണർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെക്കുറിച്ച് അവിടെ നിന്ന് അന്വേഷിക്കുക, എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക. എന്തെല്ലാം പ്രവൃത്തികളാണ് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് കൊപ്പത്തെ ME-യുടെ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ്. എല്ലാ പാർട്ട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ട, എന്നാലല്ലേ ഇത് അറിയുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത്, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ. പിന്നെ അദ്ദേഹം ധോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായിപ്പോയി. ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു. പൊതുവെ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുണ്ട് പൊക്കി, അതായത് 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത്. സാധാരണ ഈ മുണ്ടെടുക്കുന്ന ആളുകൾക്കറിയാം, 1-2 വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയായി പോകും. 3 വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല. ഇനി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ. ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക? അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ? അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ? അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട്, യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ്. അത് ഇലക്ഷൻ കമ്മീഷന്, ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ്. പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ. പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനിക്ക് 3 പേരേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി, അതിൽ എത്ര പേര് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ? ഇതെല്ലാം ജലീലിനോട് പോയിട്ട് പറയണോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ 3 ആളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അങ്ങക്ക് സമ്മതമാണോ? അല്ല, ഞാനിതാ ഇവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു
എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ, അത് കമ്പനി വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിന്റ് ചെയ്യുക. അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു, ഞാൻ എത്ര വാങ്ങുന്നു, അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ. റിവേഴ്സ് ഹവാല, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം അയാൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ. നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക, കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ, അങ്ങനെയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഉണ്ടോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത് വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. പണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. ഇനി ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടിയും പറയാം.